ഹായ് കൊച്ചുമക്കളെ, കുറേ കഥകൾ ടീച്ചറമ്മ നിങ്ങൾക്കായി പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇപ്പോൾ മഹാഭാരത കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊച്ചുമക്കളുടെ ആവശ്യപ്രകാരം കഥകൾ വീണ്ടും പറഞ്ഞു തുടങ്ങുകയാണ്. ആഴ്ചയ്ക്കൊരിക്കൽ ഒരു ഗുണപാഠ കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവരും കേൾക്കുമല്ലോ. അപ്പോൾ നേരെ കഥയിലേക്ക് പോകാം. പണ്ട് പണ്ട് നടന്ന ഒരു കഥയാണ്. ഒരിടത്ത് ഒരു പെൻസിലും ഒരു റബ്ബറും ഉണ്ടായിരുന്നു. പെൻസിൽ റബ്ബറിന്റെ ചങ്ങാതിയായിരുന്നു. റബ്ബറിന് ഒരു ദിവസം പോലും പെൻസിലിനെ കാണാതെ ഇരിക്കാനും വയ്യ. പെൻസിലിന്റെ പേര് ഡുട്ടു എന്നായിരുന്നു. റബ്ബറിന്റെ പേരോ മിട്ടു എന്നായിരുന്നു. അവർ പിരിയാത്ത കൂട്ടുകാരായി അങ്ങനെ തുടർന്നു. ഡുട്ടു എപ്പോഴും ചിത്രങ്ങൾ വരയ്ക്കും. വീടുകൾ വരയ്ക്കും, മലകൾ വരയ്ക്കും, സൂര്യനെ വരയ്ക്കും, ചന്ദ്രനെ വരയ്ക്കും, ആകാശത്തെ വരയ്ക്കും, നക്ഷത്രങ്ങളെ വരയ്ക്കും, പക്ഷികളെ വരയ്ക്കും, മൃഗങ്ങളെ വരയ്ക്കും. അങ്ങനെ അങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അവൻ വരയ്ക്കുന്നതൊക്കെ തെറ്റും. ഓരോ ചിത്രം വരച്ചു കഴിയുമ്പോഴും ഡുട്ടു ചോദിക്കും മിട്ടുവിനോട്, എടാ മിട്ടു, ഞാൻ വരച്ച ചിത്രം എങ്ങനെയുണ്ട്? അപ്പോൾ മിട്ടു പറയും, സൂപ്പറായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരനല്ലേ നീ വരച്ച ചിത്രം എങ്ങനെയാ മോശാവാനാ? നന്നായിട്ടുണ്ട്. വീട് വരയ്ക്കുമ്പോൾ ഡുട്ടുവിന് വീടിൻ്റെ വരാന്തയൊക്കെ വളഞ്ഞു പോകും. അപ്പോൾ മിട്ടു കയറി സഹായിക്കും. ഞാനുണ്ടല്ലോ നിന്നെ സഹായിക്കാൻ. ആ വരാന്തയുടെ മൊക്കൊക്കെ വളഞ്ഞുപോയി, ഞാനത് മായ്ച്ചു തരാം. വേഗം മിട്ടു അവിടമെല്ലാം മായ്ച്ചു തുടങ്ങും. എന്നിട്ട് ഡുട്ടുവിനോടത് നേരെ വരയ്ക്കാൻ ആവശ്യപ്പെടും. സൂര്യനെ വരയ്ക്കുമ്പോൾ വൃത്തമൊക്കെ വൃത്തമാകാതെ നീളവും ഉയരവും ഒക്കെ ശരിയാവാതെ വളഞ്ഞു പോകും. അപ്പോഴും മിട്ടു സഹായിക്കും. ഡുട്ടുവിനോട് പറയും, ഞാൻ മായ്ച്ചു തരാം, എന്നിട്ട് നീ അതിനെ നേരെ വരച്ചോളൂ. നല്ല വട്ടത്തിൽ വരയ്ക്കണേ ഡുട്ടു, എങ്കിലേ അത് സൂര്യനാകൂ. ഓരോ ദിവസവും ഡുട്ടു ചിത്രങ്ങൾ വരച്ചുകൊണ്ടേയിരുന്നു. വലിയ നീളത്തിലുള്ള ഡുട്ടു ചെറുതായി വരാൻ തുടങ്ങി. മിട്ടുവോ മായ്ച്ച് മിട്ടുവിന്റെ നീളവും വണ്ണവും ഒക്കെ കുറയാൻ തുടങ്ങി. ഡുട്ടുവിനേക്കാളും മെലിഞ്ഞുപോയി ഇപ്പോൾ മിട്ടു. ഡുട്ടുവിന് ഇത് കണ്ട് സങ്കടമായി. എടാ മിട്ടു, നീ തേഞ്ഞു പോവുകയാണല്ലോ. ഞാനാണല്ലേ അതിന് കാരണക്കാരൻ. ഞാൻ ഇങ്ങനെ തെറ്റുകൾ വരുത്തുമ്പോഴാണ് നീ അത് മായ്ച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നീയോ തേഞ്ഞ് ഇല്ലാതെയാവുന്നു. അപ്പോൾ മിട്ടു പറയും, സാരമില്ല കൂട്ടുകാരാ, ഞാൻ എൻ്റെ ജോലിയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനില്ലെങ്കിൽ നിന്റെ ചിത്രത്തിന് ഇത്ര ഭംഗിയുണ്ടാവുമോ? അപ്പോൾ ഡുട്ടു പറഞ്ഞു, ശരിയാണ്, നീയില്ലെങ്കിൽ എൻ്റെ ചിത്രത്തിന് ഒരു ഭംഗി ഉണ്ടാവില്ല. സൂര്യനൊക്കെ വളഞ്ഞു കിടക്കുന്നുണ്ടാവും. വരാന്തയാണെന്ന് തോന്നുകയേ ഇല്ല. നീയാണ് എൻ്റെ ചിത്രത്തിന്റെ ഭംഗി കൂട്ടുന്ന കൂട്ടുകാരൻ. നിന്നെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല, ഡുട്ടു മിട്ടുവിനോട് പറഞ്ഞു. മിട്ടുവിന് ഇതെല്ലാം കേട്ട് സന്തോഷമായി. എൻ്റെ കൂട്ടുകാരൻ എന്നെ അഭിനന്ദിച്ചല്ലോ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡുട്ടു സങ്കടത്തോടെ ഒന്നും വരയ്ക്കാതെ ഒരു ഭാഗത്ത് ഇങ്ങനെ കിടന്നു. അപ്പോൾ മിട്ടു മെല്ലെ പോയി ചോദിച്ചു, എന്താ കൂട്ടുകാരാ ഇന്ന് നീ ഒന്നും വരയ്ക്കാത്തത്? ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇനിയും ഞാൻ വരച്ചു കഴിഞ്ഞാൽ നീ തേഞ്ഞ് ഇല്ലാതെ ആവില്ലേ? പിന്നെ എനിക്ക് നിന്നെ കാണാൻ പറ്റില്ലല്ലോ. ഡുട്ടുവിന്റെ മുഖത്തെ സങ്കടം കണ്ട് മിട്ടു പൊട്ടിച്ചിരിച്ചു. ഏടാ പൊട്ട, നീ എന്തിനാടാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നീയും ഒരു ദിവസം ഇല്ലാതെയാകും, ഞാനും ഒരു ദിവസം ഇല്ലാതെയാകും. നീ മുന ചെറുതായി വന്ന് നീ അങ്ങ് ഇല്ലാതാവും. ഞാനാവട്ടെ തേഞ്ഞ് ഞാനും ഇല്ലാതാവുന്നു. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ നിന്റെ ജോലി ചെയ്യുക,
ഞാൻ എൻ്റെ ജോലിയും. എല്ലാ ജോലിയും ഒരുപാട് കാലം തുടർന്ന് നിൽക്കുകയൊന്നുമില്ല എന്ന് നിനക്കറിയില്ലേ? അതുകൊണ്ട് നമുക്ക് ഉള്ള കാലം സന്തോഷമായി ജീവിക്കാം. നീ ഇഷ്ടം പോലെ വരച്ചോളൂ. തെറ്റിയാൽ അതെല്ലാം മായ്ക്കാൻ ഈ കൂട്ടുകാരൻ നിന്റെ ഒപ്പമുണ്ട്. മിട്ടു ഡുട്ടുവിനോട് പറഞ്ഞു. ഡുട്ടുവിന്റെ സങ്കടമെല്ലാം പോയി. അവൻ മിട്ടുവിനെ കെട്ടിപ്പിടിച്ചു. ശരിയാണ്, നമ്മുടെ ഈ കൊച്ചു ജീവിതം നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. നീ നിന്റെ ജോലി ചെയ്യുന്നത് പോലെ ഞാൻ എൻ്റെ ജോലിയും ചെയ്യാം. നമ്മളെപ്പോഴും നമുക്കായി മാത്രം ജീവിക്കരുത്, അല്ലേ? മിട്ടു പറഞ്ഞു ഡുട്ടുവിനോട്. ശരിയാണ് നീ പറഞ്ഞത്. നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ജീവിക്കണം. കൂട്ടുകാർക്ക് ഈ കഥയിലെ ഗുണപാഠം പിടികിട്ടിയല്ലോ? അതെ, നമ്മളെപ്പോഴും നമുക്കായി മാത്രം ജീവിക്കരുത്. പിന്നെയോ, വലുതാകണമെങ്കിൽ ചെറുതാകണം, അല്ലേ? ഒരാൾ വലുതാകണമെങ്കിൽ മറ്റൊരാൾ ചെറുതാകണം. അതായത് പെൻസിൽ ഇവിടെ അവന്റെ കഴിവുകൾ തെളിയിച്ചപ്പോൾ അവിടെ ചെറുതായത് ആരാണ്? റബ്ബറാണല്ലേ? അപ്പോൾ ഒന്നിന് മറ്റൊന്ന് വളമാവുകയാണ് ഈ പ്രപഞ്ചത്തിൽ. ഈ കഥയിൽ നിന്നും കൂട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വലുതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരൊക്കെയോ ചെറുതായിട്ടുണ്ടാകും. അവരെയൊന്നും നമ്മൾ മറക്കുകയേ അരുത്. അതേപോലെ നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരു ഭാഗം അർഹതയുള്ള അത്തരം ആളുകൾക്ക് നൽകുകയും വേണം. കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ബോക്സിൽ കമൻറ്റും രേഖപ്പെടുത്താൻ മറക്കരുതേ. അടുത്ത കഥയുമായി അടുത്ത ആഴ്ച വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ.